NSSും SNDPയും തങ്ങളുടെ പരിപാടികളിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ച പശ്ചാത്തലത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലെ പുതിയ തലങ്ങളിലെത്തിയിരിക്കുകയാണ്. പാർട്ടിക്കകത്ത് പുതിയ ഗ്രൂപ്പ് സമാഖ്യം രൂപപ്പെടുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഏറ്റവും ഒടുവിൽ ഇത്തരമൊരു സൂചന നൽകുന്നത്. കോൺഗ്രസ് നേതാക്കൾ ജാതിമത ശക്തികളുടെ അടിമകളാകരുത് എന്ന രമേശ് ചെന്നിത്തലയെ ലക്ഷ്യമിട്ടും VD സതീശനെ പിന്തുണച്ചുകൊണ്ടും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. ചെന്നിത്തലയെ NSSും SNDPയും ക്ഷണിച്ചതിൽ അതീവ അസന്തുഷ്ടിയുള്ള സതീശന് വേണ്ടിയാണ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സതീശൻ പുറമേക്ക് നല്ല വാക്കുകൾ പറയുന്നുണ്ടെങ്കിലും ചെന്നിത്തലയ്ക്കെതിരെ ഒളിയമ്പ് നടത്താനാണ് അദ്ദേഹത്തിന്റെ നീക്കം. അതിന്റെ ആദ്യ വെടിയാണ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത്. വരും നാളുകളിൽ ചെന്നിത്തല വിരുദ്ധ നീക്കം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. അതേസമയം ഇതിനെതിരെ സതീശന്റെ സമീപനങ്ങളോട് ശക്തമായ എതിർപ്പുള്ള മറുചേരിയും സജീവമാകുന്നുണ്ട്. ചെറിയാൻ ഫിലിപ്പിന്റെ പോസ്റ്റ് വിശദമായി തന്നെ വായിക്കാം. കോൺഗ്രസ് നേതാക്കൾ ജാതിമത ശക്തികളുടെ അടിമകളാകരുത്. ചെറിയാൻ ഫിലിപ്പ് സമുദായ സമനീതി എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ ആരും ജാതിമത ശക്തികളുടെ അടിമകളാകരുത്. എല്ലാ സമുദായ വിഭാഗങ്ങളെയും സഹവർത്തിത്വവും പുലർത്തേണ്ട കോൺഗ്രസ് നേതാക്കൾ അവർ ക്ഷണിക്കുന്ന സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ടതാണ്. എന്നാൽ ഏതെങ്കിലും സമുദായ വിഭാഗത്തിന്റെ വക്താവായി മുദ്രയടിക്കപ്പെടുന്ന സാഹചര്യം ക്ഷണിച്ചു വരുത്തരുത്. കോൺഗ്രസിൽ സ്ഥാനം നേടുന്നതിന് സമുദായ സംഘടനാ നേതാക്കളുടെയും മതമേലധ്യക്ഷന്മാരുടെയും സഹായവും ശുപാർശയും ആര് നേടിയാലും നിന്ദ്യമാണ്. കോൺഗ്രസ് പാർട്ടിയെ റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിക്കാൻ ഒരു ബാഹ്യശക്തിയെയും അനുവദിക്കരുതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പാർട്ടിയിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന VD സതീശൻ ചെറിയ രീതിയിലെങ്കിലും ഒരു മുന്നോട്ട് വരവിന് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ സൂചനകളാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ഇപ്പോഴത്തെ ഈ ഫേസ്ബുക്ക് കുറിപ്പും കഴിഞ്ഞ ദിവസത്തെ MM ഹസന്റെ ചില വാക്കും. VD സതീശനെതിരെ ശക്തമായ ഒരു നിര തന്നെയാണ് കോൺഗ്രസ് പാളയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. KPCCക്ക് അകത്ത് പോലും സതീശന്റെ ചില നീക്കങ്ങളിൽ വലിയ തരത്തിലുള്ള അതൃപ്തിയുണ്ട്. ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് സതീശൻ എടുക്കുന്നതെന്നും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പോലും ഒരു പുനർചിന്തയില്ലാതെ അഥവാ ഒരു ചർച്ച പോലും ഇല്ലാതെ സതീശനെ പിന്തുണയ്ക്കുന്നവരുടെ മാത്രം തീരുമാനങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് കോൺഗ്രസിൽ പല കാര്യങ്ങളും നടക്കുന്നത് എന്ന ആശങ്ക ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അകത്ത് തന്നെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുകൊണ്ട് P സരീനും AK ഷാനിബും എല്ലാം തന്നെ സതീശനെതിരെ രംഗത്ത് വന്നത്. സതീശനെതിരെ AK ഷാനിബും P സരീനും രംഗത്ത് വന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ അത്ര വലിയ സതീശനെതിരെ വലിയൊരു പടയൊരുക്കം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുകയുമുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തരത്തിൽ തിരിച്ചടിയായില്ല എങ്കിൽ പോലും തെരഞ്ഞെടുപ്പാനന്തരം കോൺഗ്രസിനുള്ളിലുള്ള ഈ പുകച്ചിലുകളെല്ലാം തന്നെ കാണിക്കുന്നത് സതീശനെതിരെ വലിയ തരത്തിലുള്ള ചേരിതിരിവ് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. K മുരളീധരൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായിരുന്നു, സതീശനാണെങ്കിൽ പോലും വിമർശിക്കപ്പെടാമെന്ന്. അതായത് സതീശന്റെ പ്രവർത്തികളെല്ലാം തന്നെ വിമർശിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് തീർച്ചയായിട്ടും വിമർശിക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം തന്നെ K സുധാകരനെ ഒതുക്കാനുള്ള സതീശന്റെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും നീക്കത്തിന് തടയിടാനായി കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെ കരുത്തരായ നേതാക്കൾ ഇറങ്ങിയതും സതീശന് കനത്ത വെല്ലുവിളിയായിരുന്നു. KC വേണുഗോപാലിന്റെ ആണെങ്കിലും ശശി തരൂരിന്റെ ആണെങ്കിലും K മുരളീധരന്റെ ആണെങ്കിലും കടന്നുവരവെല്ലാം തന്നെ സതീശന് വലിയ തരത്തിലുള്ള വെല്ലുവിളിയായിരുന്നു. മാത്രമല്ല അതിനുശേഷം KPCCക്ക് അംഗങ്ങളുമെല്ലാം തന്നെ തങ്ങളുടെ എതിർപ്പ് പ്രകടമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയായിരുന്നു. എന്തുതന്നെയാണെങ്കിലും കോൺഗ്രസ് പാളയത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന സതീശൻ പക്ഷേ താൻ വിമർശനങ്ങൾക്ക് അതീതനല്ല എന്ന് പറഞ്ഞ് രസകരമായ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ അതേസമയം തന്നെ സതീശൻ പിന്നറയിൽ ഒളിയമ്പുകൾ എയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. MM ഹസൻ ആണെങ്കിലും ഇപ്പോഴത്തെ ചെറിയാൻ ഫിലിപ്പിന്റെ ഈ പോസ്റ്റുകളാണെങ്കിലും അത് വലിയ തരത്തിൽ ഒരു സൂചന നൽകുന്നുണ്ട്. രമേശ് ചെന്നിത്തലയോട് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ഈ മുന്നേറ്റങ്ങൾക്ക് താൻ ശക്തമായി തന്നെ പ്രതികരിക്കും എന്നുള്ള സൂചന നൽകുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇത്തരത്തിൽ ചേരിതിരിഞ്ഞുള്ള കോൺഗ്രസിന് അകത്തെ ഈ ആഭ്യന്തര ആക്രമണമെല്ലാം തന്നെ പുതിയ സമവാക്യങ്ങൾ കോൺഗ്രസിൽ രൂപപ്പെടുന്നതാണ് സൂചിപ്പിച്ചു വെക്കുന്നത്.